വീണ്ടും ഒറ്റപ്പാലത്തേക്കാണ്. ഒറ്റപ്പാലത്ത് ഒരുപാട് വോട്ടേഴ്സ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ കുറെ അമ്മമാരുണ്ട്. അമ്മയുടെ പേരെന്താ? എവിടെയാ സ്ഥലം? എവിടെയാ? ഒറ്റപ്പാലം. അപ്പൊ വോട്ട് ഇവിടെ തന്നെയാണ് അല്ലേ? ആർക്കാണ് ഇത്തവണ വോട്ട് ചെയ്യുക? ആര് ജയിക്കും ഇത്തവണ? LDF ആണോ UDF ആണോ? ആര് ജയിക്കും? പറയാൻ പറ്റില്ല. വോട്ട് ചെയ്യുമല്ലോ അല്ലേ? അത് ചെയ്യും. അപ്പൊ അത് ഉറപ്പാണ്. ആർക്കെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അമ്മയ്ക്ക് വോട്ടുണ്ടോ? എവിടെ? ഒറ്റപ്പാലത്താണോ? ഒറ്റപ്പാലം. ആരാ ജയിക്കുക ഇത്തവണ? അതൊന്നും ഞങ്ങൾ പറയില്ല. വോട്ട് ചെയ്യും. അത് അന്വേഷിക്കാന്ന് അപ്പഴാ അറിയുമോ, അല്ലാണ്ട് ഇപ്പൊ ഞങ്ങൾ നേരത്തെ പറയില്ല. അതാണ് അല്ലേ? അപ്പൊ എന്നാലും ഇവിടെ ഈ ഒറ്റപ്പാലത്ത് എന്താ അമ്മയ്ക്കൊരു ഒരു മോശമായിട്ട് തോന്നിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതായത് ഒന്ന് മാറണം എന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് തോന്നുന്നില്ല. സൗകര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇത്തവണ ഈ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആവുന്നൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ അതൊന്നും പറയില്ല. ഒന്നും പറയില്ല. ഓക്കെ, അമ്മ എവിടെയാ സ്ഥലം? ഒറ്റപ്പാലത്താണോ വോട്ട്? ഇത്തവണ ആരായിരിക്കും ജയിക്കുക? ആരായിരിക്കും ജയിക്കുക? പറയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ തേടാം. ഇവിടെ കുറച്ച് പേരുണ്ട്. ചേച്ചി നമസ്കാരം. സുമാദേവി. എവിടെയാ സ്ഥലം? എവിടെയാ? പാലപ്പുറം മല്ലാർമംഗലം. ഇത് ഈ മണ്ഡലമാണോ? ഒറ്റപ്പാലം മണ്ഡലമാണോ? അപ്പൊ ആർക്കായിരിക്കും വിജയസാധ്യത? LDF ആണോ UDF ആണോ? അല്ലേ LDF തന്നെ. അതെന്താ അങ്ങനെ ഉറപ്പിച്ചു പറയാൻ? അതങ്ങനെ തന്നെയാ. നല്ല വികസനവും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ വരും. നമുക്ക് നമ്മുടെ കടകളിലൊക്കെ ഒരുപാട് ചേട്ടന്മാരുണ്ട്. അവരുടെയൊക്കെ വിശേഷങ്ങൾ തീർക്കാം. ചേട്ടാ നമസ്കാരം. ചേട്ടന്റെ പേരെന്താ? എവിടെയാ സ്ഥലം? എവിടെയാ? പാലപ്പുറം. അപ്പോ ഇവിടെ ഒറ്റപ്പാലത്ത് ഇത്തവണത്തെ ഒരു കാറ്റ് മാറി വീശുന്നൊക്കെയാണ് പറയുന്നത്. UDF ജയിക്കുന്നു പറയുന്നുണ്ട്. എന്താണ് തോന്നുന്നത്? നടക്കുന്ന കാര്യമില്ല. അതെന്താ അങ്ങനെ? അങ്ങനെയാണ്. കാരണം മറ്റേ ഈ പാർട്ടി തെറ്റുന്നുള്ള ആളാണല്ലോ അവിടെ. അതാണ്. അപ്പൊ PK ശശിക്ക് വോട്ടുകൾ കുറവേ. സപ്പോർട്ടില്ല. 3-ാം സ്ഥാനത്തേക്ക് പോകും. ശരി. 3-ാം സ്ഥാനത്തേക്ക് PK ശശി പോകുന്നതാണ് പറയുന്നത്. യെസ്, നമുക്ക് അടുത്ത ഒരു സ്ഥലം കൂടെ കയറാം. ഇവിടെ കടയിൽ കുറെ രാഷ്ട്രീയമാണോ ചർച്ച? ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് അനിൽകുമാർ. ഇവിടെ തന്നെയാണോ സ്ഥലം? എന്താണ് ഒരു ഒറ്റപ്പാലത്തെ ഒരു അവസാന പൾസ്? അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. നാളെ പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. ആർക്കായിരിക്കും ജയസാധ്യത? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതെന്താ അങ്ങനെ പറയാം? അത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് റോഡുകൾ നേരാക്കിയിട്ടുണ്ട്. പിന്നെ പാലങ്ങള് എല്ലാം നല്ല ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ചേച്ചി, ഇത്തവണ NDAക്ക് മത്സരിക്കുന്ന മേജർ രവിയാണ്. കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുമോ? മേജർ രവി എനിക്കില്ല. ഞാൻ അഡ്വക്കേറ്റ് പ്രേംകുമാർ. ഉറപ്പാണ്? ഉറച്ച വോട്ടാണ്. ഓക്കെ, അങ്ങനെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നു. പക്ഷേ നിലവിലെ MLA പ്രേംകുമാർ തന്നെ ജയിക്കുമെന്ന് പറയുന്നു. കുറച്ചധികം പേർ ഇപ്പം PK ശശിക്ക് CPM വിട്ടുപോയതുകൊണ്ട് തന്നെ വോട്ടുകൾ കിട്ടുന്നത് കുറവായിരിക്കും. ഒരുപക്ഷെ 3-ാം സ്ഥാനത്തേക്ക് പോകും എന്നൊക്കെയാണ് ഇവിടെ പല അഭിപ്രായങ്ങൾ വരുന്നത്. അപ്പോൾ ഒറ്റപ്പാലത്തെ രാഷ്ട്രീയ ചർച്ച ചൂടുപിടിച്ചു വരുന്നു. ഇനി നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.